മൂന്നാളെയും കല്യാണം കഴിച്ച് 3 സ്ഥലത്തേക്ക് വിട്ടു. ഒരു ആഘാതം തന്നെ പറയാം. സംഭവിച്ചതാണ് ഇളയമോളെ ഭർത്താവിൻ്റെ വിയോഗം. മക്കളെ കല്യാണം കഴിച്ച് വിടുമ്പോഴും നോക്കിയതൊന്നേ ഉള്ളൂ. അതുവരെ മക്കളെ നല്ല രീതിയിൽ നോക്കി പോകുന്നിടത്തും മക്കൾക്ക് ഒരു വിഷമം വരാണ്ട് മക്കളങ്ങനെ ജീവിക്കണം എന്നുള്ള ഇതിലാണ്. അതുകൊണ്ടാണ് ഞാനും എൻ്റെ ഭാര്യയും പിന്നെ എല്ലാം വിട്ടിട്ട് നിങ്ങൾ മൊത്തം ടേക്ക് ഓവർ ചെയ്തു. അവരൊരു നിലയിൽ എത്തിച്ചു, കരക്ക് അടുപ്പിച്ചു. ഒരു ഇതില്ലാണ്ട് കരുത്തനായിട്ട് ഞാൻ എന്താ ചോദിക്കുന്നു. അച്ഛൻ ഞങ്ങൾ രണ്ടാള്, അച്ഛൻ അമ്മ, ഇവർ രണ്ടാൾ ജീവിച്ചിട്ട് മാത്രമേ തോന്നുള്ളൂ. സത്യം. നമ്മൾ ഇത്രയും നേരം ഇരുന്ന് കേട്ടത് അച്ചാച്ചൻ്റെ ജീവിത കഥയാണ് എന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഇതിൽ അച്ചാച്ചൻ്റെ ഒരു ഹീറോ ആണ്. ഒരു 2 ജന്മം ഒരാൾ ഒരു ജന്മത്തിൽ ചെയ്യുന്നത് കൂടാണ്ട് ഒരു 2 ജന്മം ഒരു ജന്മത്തിൽ തീർത്ത ഒരു വ്യക്തിയായി എന്നുള്ള ആ ഒരു ബഹുമാനം ആദരവും എനിക്ക് അച്ചാച്ചനോടുണ്ട്. അത്രയും ഒരു ഭയങ്കര അങ്ങനെ മക്കളെ 3 ആളെയും കല്യാണം കഴിച്ച് 3 സ്ഥലത്തേക്ക് വിട്ടു. ഒരു വർഷത്തിൽ തന്നെ 2 മോളെ കല്യാണം കഴിപ്പിച്ചു. വില്ലമ്മേനെയും എൻ്റെ അമ്മേന്റെയും ആ ഒരു വർഷം 79 കല്യാണം കഴിച്ചു വിട്ടു. 80-ലായിരിക്കൂല, 81 ഞാൻ ജനിക്കുന്നത് ആ സമയത്താണ്. അത് പഴയത്. അത് ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ഏകദേശം 11 ഒരു മാസം ഒരു കൊല്ലത്തിൻ്റെ അടുത്ത്. ഓക്കെ. അപ്പൊ അങ്ങനെ അവരെ പറഞ്ഞു വിടുന്നു. എല്ലാവരും പോകുന്നു. നിങ്ങൾ പിന്നെ അഗെയിൻ താലൂക്ക് ഓഫീസിലെ ജോലി കണ്ടിന്യൂ ആണ്. അത് കണ്ടിന്യൂ ആണ്. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് ഓക്കെ ജീവിതം എല്ലാം മക്കളേതിലും ഇതെല്ലാവരും ജീവിതം പോകുന്നുണ്ട്. അതിൽ ഭയങ്കരമായ ഒരു പ്രത്യാഘാതം എന്ന് പറഞ്ഞ ഒരു ആഘാതം തന്നെ പറയാം. സംഭവിച്ചതാണ് ഇളയമോളെ ഭർത്താവിൻ്റെ വിയോഗം. അപ്പൊ അതാണ് ഒരു എനിക്ക് തോന്നുന്നത്. പിന്നെ ജീവിതത്തില് അച്ചാച്ചൻ്റെ എന്ന് പറഞ്ഞാല് തുടക്കത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടും ഒരു ചാൺ വയറിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിനെല്ലാം പോയതൊരു ജീവിതകഥ. അത് കഴിഞ്ഞ് ഒരു കുടുംബം മക്കളെ കല്യാണം കഴിച്ചു വിടുമ്പോഴും നോക്കിയതൊന്നേ ഉള്ളൂ. അതുവരെ മക്കളെ നല്ല രീതിയിൽ നോക്കി പോകുന്നിടത്തും മക്കൾക്ക് ഒരു വിഷമം വരാണ്ട് മക്കളങ്ങനെ ജീവിക്കണം എന്നുള്ള ഇതിലാണ്. എല്ലാവരും ജോലിയിലെ ആൾക്കാണ് കൊടുത്തത് അല്ലേ, അല്ലാണ്ട് ആരെങ്കിലും കിട്ടിയ ജോലിയിലെ ആൾക്കാരെ കൊടുത്തത്. അപ്പൊ അത് നോക്കിയിട്ടാണ് കൊടുത്തത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു അന്ന് സംഭവിച്ചത്. അപ്രതീക്ഷിതമാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഇതില് രണ്ടാമത് ഒരു റിലാക്സേഷൻ കിട്ടാണ്ട് രണ്ടാമത് എഗെയിൻ അച്ചാച്ചൻ്റെ ഒരു എന്താ പറയാ ഒരുപാട് പിന്നെ കർത്തവ്യങ്ങള് കുറച്ച് കൂടിയ പോലെയായി എനിക്ക് തോന്നി. കൂടിയിട്ടില്ലേ? അതുകൊണ്ടാണ് ഞാനും എൻ്റെ ഭാര്യയും പിന്നെ എല്ലാം വിട്ടിട്ട് അപ്പൊ അതൊരു ഭയങ്കര ട്വിസ്റ്റാണ് ജീവിതത്തിൽ. എല്ലാം നമ്മള് ഡൗണായി. ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ എത്തിപ്പോയി. പിന്നെ ഒന്ന് സാധാരണ നമ്മൾക്ക് ഒരു കാഴ്ചയുണ്ടല്ലോ, ഇനിയും ജീവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവൾക്ക് ഒരു ജോലി പെട്ടെന്നാക്കണം. തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു മരിച്ചുപോയ ബാലകൃഷ്ണൻ മാഷില്ലേ, അയാളിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വിദ്യാഭ്യാസ വകുപ്പിൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ഇവളെ ട്യൂഷൻ കൊടുത്ത് പഠിപ്പിക്കാൻ. പക്ഷെ അത് അച്ചാച്ചൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് അച്ചാച്ചന്റെ ഒരുപാട് കാലത്തെ ആ സർവീസ് ഉണ്ടല്ലോ, ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ അച്ചാച്ചൻ പറയുന്ന മാരാർ എന്ന് പറയുന്ന ഒരു ആ മേഖലകളിൽ ഉണ്ടാക്കിയെടുത്തത് അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടാവും അല്ലെ. ആ ഒരു കാലഘട്ടത്തിൽ ഓരോന്ന് നേടിയെടുക്കുക, ഓരോ പ്രശ്നം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തില് ബോർഡിൽ പോയിട്ടുള്ളവരെല്ലാം അവിടെ ഇയാള് പോസ്റ്റിംഗ് ഓർഡർ വരെ നിങ്ങൾ മകളെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ ആക്കിയിട്ടുണ്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആൾക്കാർ അങ്ങനത്തെ അതുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് ഉപകാരം ചെയ്യും. സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനും പിടിക്കാനും എല്ലാം സഹായിക്കുന്നതാണ്. ആ ബാലൻസിന്റെ പേരിൽ എത്രയോ പ്രാവശ്യം മരിച്ചുപോയ അധ്യാപക സർവീസിന്റെ ഡയറക്ടറേറ്റാണ് ആള്. അയാൾ താലൂക്ക് ഓഫീസിൽ വന്നിട്ട് സർട്ടിഫിക്കറ്റ് നേരിട്ട് തിരുവനന്തപുരത്ത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയെല്ലാം ആൾക്കാർ എൻ്റെ ഇതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ പോസ്റ്റിങ് പെട്ടെന്നാണ്. ആരും തിരുവനന്തപുരത്ത് നിന്ന് ഓർഡർ ആകുമ്പോഴത്തേക്ക് ഇവിടെ പോസ്റ്റിംഗ് ആയി കളക്ടറേറ്റിൽ. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാ ഞാൻ ആലോചിച്ചത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മൊത്തം ടേക്ക് ഓവർ ചെയ്തു.
അവരൊരു നിലയിൽ എത്തിച്ചു, കരക്കടുപ്പിച്ചു. കരക്കടുപ്പിച്ചു. അത് അല്ലേ നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്. ഇല്ലേ നമ്മൾ ഈ രീതിയിലല്ല. ഈ കുഴപ്പം, ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ഈ ഇന്നത്തെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ വീട്ടിൽ തന്നെ. അതെ, അവിടെ ആയിരിക്കും. ഒന്നും ഉണ്ടാവുന്നില്ല. അതിനിടക്കുണ്ടാവുന്ന നമ്മൾ അതൊന്നും പിന്നെ ഇത് പറയുന്നില്ല. പക്ഷേങ്കിൽ ഒരുപാട് ഇപ്പം എന്താ കഴിഞ്ഞ കാലത്ത് ചിന്തിക്കാത്തത് ഇല്ല. അമ്മ മാത്രമേ എന്തിനാ ഇത് നശിച്ചിട്ടില്ല. ഇല്ല അത് അല്ല, ഇത് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഈ ചില സമയത്ത് നമ്മളെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓരോ സമയത്ത് പോകേണ്ട ആൾക്കാരാണ്. അപ്പം ഒരാൾ പോകുമ്പോൾ അവിടെ ഒരു തണലായിട്ട് ഒരാൾ വരാനും നിയോഗിക്കപ്പെട്ടതാണ് ഓരോ ആൾക്കാർ. അപ്പം എന്തായാലും എന്തൊക്കെ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇളയ മോളുടെ ഭർത്താവ് ഇല്ലാണ്ടാവുന്നു. അവർ ആ ചെറിയ മക്കളെ ആ ലെവലിൽ പിന്നെ സ്കൂൾ ജീവിതമാണെങ്കിലും എല്ലാത്തിനും കൂടെ ഒരു ഒരു ഇതില്ലാണ്ട് കരുത്തനായിട്ട് ഞാൻ എന്താ ചോദിക്കുന്നു. അച്ഛനില്ലെങ്കിലും മക്കളെ ജീവിക്കില്ല. അതല്ലേ അച്ഛനില്ലെങ്കിൽ ജീവിക്കൂല, ജീവിക്കും. അത് എന്താന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. നമുക്കിപ്പോ ഒന്നും വേണ്ട. ഒന്നിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അവസാനിക്കണം വെച്ചാൽ നമ്മളെ മോള് വണ്ടിയിട്ട് തന്നെ കൊടുക്കണം. ഇപ്പം മരുന്നിന് ഇഞ്ചക്ഷൻ ആയിരുന്നു. ഈ സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ അവർ നോക്കണം. അല്ല, ഇതിൽ അതാ പറഞ്ഞ ഓരോ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെടുത്ത തീരുമാനങ്ങൾ ഞാൻ മനസ്സിലാക്കിയതിൽ തീരുമാനം തെറ്റാണെന്ന് അങ്ങനെയല്ല. ഇല്ലില്ല, അത് ആരും ആയിക്കോട്ടെ. നിങ്ങളെടുത്ത ഓരോ തീരുമാനങ്ങളും നിങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്നു. നിങ്ങൾ തുടങ്ങിയ മുതലിലെ ഇതിൽ എനിക്ക് മനസ്സിലായ നിങ്ങളെ ഒരു മനസ്സുണ്ട്. ആ മനസ്സ് എന്താന്ന് പറഞ്ഞാൽ ഒരു സ്നേഹമുണ്ട്. മീൻസ് അത് കൂടെ സഹപ്രവർത്തനം ആയിക്കോട്ടെ. ഒരാളോട് 5 പൈസ മേടിക്കാണ്ട് നിങ്ങൾ ഒരുപാട് ആളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നൊരു വ്യക്തിയാണ്. അപ്പോ നമ്മളോട് സ്നേഹമുണ്ടാവും. ഞാൻ വലിയ കളക്ടറൊന്നുമല്ല, പ്യൂണാണ്. ആ പ്യൂണായിട്ടും അതൊരാൾക്ക് വെറുതെ ഒന്നും ഒരാളെ ഇഷ്ടപ്പെടില്ല. അവരെ കർമ്മത്തിന്റെ ഇതാണ്. അവരെന്ത് എങ്ങനെ ഒരു വ്യക്തി ഫോണില് വിളിച്ചു വന്ന് നബീസ, നിർമ്മല, കമല ഇവരെല്ലാം വന്ന് എന്നെ കാണാം. അതെല്ലാം ദാസാരന്മാരും മറ്റേ അടിപൊളി ദാസന്മാരിലാണ്. പക്ഷെ നമ്മള് നോക്കണേ, നമുക്ക് മേലെ ആരില്ലാന്ന് വിചാരിക്കരുത്. ദൈവമുണ്ട്. ആരെന്ത് പറഞ്ഞു ആ ദൈവമാണ് തീരുമാനിക്കുന്നത്. ആ ഓരോ ഇപ്പം ഈവൻ നമ്മളൊരു സത്യമാണ് പറഞ്ഞത്. അപ്പം ഏതായാലും ഞാനെന്താ പറയുന്നത് പറഞ്ഞാൽ 90 വയസ്സിൽ നിങ്ങളിവിടെ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അത്ര സന്തോഷവാനാണ് നിങ്ങൾ. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ താഴെ നോക്കുമ്പം എല്ലാ മക്കളും ആരും ഒരു പ്രശ്നം. അതാണ് നമുക്ക് സന്തോഷമില്ലെങ്കിൽ ഈ സംഭവം നടക്കൂല. പിന്നെ എന്ത് 90 വയസ്സ് ഒന്നും നടക്കൂല. അതിപ്പം ഞങ്ങൾ രണ്ടാള്, അച്ഛൻ അമ്മ, ഇവർ രണ്ടാള് ജീവിച്ചിട്ട് മാത്രമേ 90 സത്യമാണ്. ഇവർ രണ്ടിൽ ഒരാൾ പോയാൽ ഇത് നടക്കൂല. അവിടെ സന്തോഷം പോയി. നമ്മൾ ഇത്രയും നേരം ഇരുന്ന് കേട്ടത് അച്ചാച്ചൻ്റെ ജീവിതകഥയാണ്. അച്ചാച്ചൻ്റെ ജീവിതകഥ മുഴുവനായി പറഞ്ഞോ എന്ന് ചോദിച്ചാൽ എന്താ വെച്ചാൽ ഞാനും ഇതിലൊരു ഭാഗമാണ്. എനിക്കും എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്. അപ്പം എൻ്റെ ഒരു ഇതിൽ അച്ചാച്ചൻ ജീവിതകഥ പറഞ്ഞാലും പറയാതെ പല കാര്യങ്ങളും സൈഡിലൊക്കെ എവിടേക്കോ അവശേഷിക്കുന്നുണ്ടാവാം. അപ്പോൾ പിന്നെ അതിലൊന്നും പോകേണ്ടതില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു അച്ചാച്ചൻ ഞാനിപ്പോൾ ഒന്നും കൂടി ഇത്രയും നേരം ഞാൻ കേട്ടിരുന്നപ്പോൾ ആ ജീവിതം തുടങ്ങിയത് നമ്മളൊക്കെ ജീവിതം തുടങ്ങുന്ന പോലെ തന്നെ 8ാം ക്ലാസ്സിൽ അവസാനിപ്പിച്ചിട്ട് 8ാം ക്ലാസ്സിൽ പഠിത്തം അവസാനിപ്പിച്ചിട്ട് പിന്നെ അങ്ങോട്ട് സ്വന്തം അമ്മേനെ കണ്ടിട്ടില്ല ജനിക്കുമ്പോൾ. പിന്നെ അച്ഛനെ ഉണ്ടായിരുന്നത് കൂടെ പിറപ്പിളായിട്ട് 4 ആളുണ്ടായി. 4 ആളിൽ 2 ആൾ വേറെ വഴിക്ക് പോയി. അതിലൊരു ഏച്ചി, ഇന്നലെ വന്ന ഏച്ചി, 94 വയസ്സായ ഏച്ചി ഇടയ്ക്ക് വന്നിട്ട് അനിയന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതെല്ലാം ആലോചിക്കുമ്പം അതൊക്കെ ഒരു ഓലപ്പുരയിൽ നിന്ന്, ആ ഓലപ്പുരയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് അച്ചാച്ചൻ സഞ്ചരിച്ചതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ജാൺ വയറിന് വേണ്ടി. അതിടയ്ക്ക് പറഞ്ഞു നമ്മളെല്ലാം പോലെ പൈസ ഉണ്ടാക്കാനൊന്നുമല്ല, അതിൽ സെക്കൻഡറി. ഒരു ജാൺ വയറെന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയായിരുന്നു ആ തുടങ്ങിയത്. പല സ്ഥലത്തും എവിടെയും വിട്ടുകൊടുത്തില്ല. പോയ സ്ഥലത്തൊക്കെ എന്ത് ജോലിയും, ഊട്ടിയിൽ പോയി അവിടെയാണ് നോക്കിയത്, ചായപ്പീടി ആയാലും. ഇനി ആരെങ്കിലും അസിസ്റ്റൻ്റായിട്ട് സ്ഥലം വളക്കുന്നതിൽ അസിസ്റ്റൻ്റായിട്ട് തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പോയ കഥകളൊക്കെ നോക്കി അവസാനം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടല്ല, ആ പോയ വഴികളിൽ എല്ലാം
ഒരു കരുതലുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ നാളെ ഞാൻ എന്താവണം, എനിക്ക് ഇതിൽ നിന്ന് ഒരു ബെറ്റർ ആവണം എന്നില്ല, ഒരു മോട്ടിവേഷൻ പോലെ എനിക്ക് തോന്നി ആ ജീവിതം. ആരും സഹായത്തിന് ഇല്ലാണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് കൈകൾ ഉണ്ടായിരുന്നു റിലേറ്റീവായിട്ടും. പക്ഷേ ആ സമയത്ത് ഓരോ കൈകളെത്തി അച്ചാച്ചന് ശരിക്ക് ഓരോ ഹെൽപ്പായി. അപ്പോൾ ഇന്നത്തെ ഇതിൽ ഓക്കെ മക്കളെല്ലാം നമ്മൾ ഇത് ചെയ്യുന്ന പോലെയല്ല. ആ താമസിച്ചത് നമ്മളിതിൽ കേട്ടു, പല സ്ഥലത്തിലെ താമസവും. ഇന്നത്തെ ചെറിയ കുട്ടികളൊക്കെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല ആ കാലഘട്ടം. നമ്മൾ ഒരുപാട് കാലഘട്ടം, ഈവൻ ഞാൻ തന്നെ ജനിച്ചു വളർന്നിട്ട് ഇവരെ കൂടെ പിന്നെ 5ാം ക്ലാസ് വരെ ഇവരുടെ കൂടെ പഠിച്ചതാണ്. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കരമായ ജീവിതമാണ് എനിക്കും. ചെറുതിലൊന്നും ഒരു വിഷമമില്ലാത്ത പോലെയാണ് ഇവർ നോക്കിയിരിക്കുന്നത്. പക്ഷേ അവരെ ജീവിതം ഭയങ്കര കഷ്ടതയിലായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെ 3 മക്കളുണ്ടായി. 3 മക്കളിൽ ഒരു മകളുടെ ഹസ്ബൻഡ് പ്രതീക്ഷിക്കാതെ ഉണ്ടാവുന്ന ഒരു മരണത്തിൽ ആ കുടുംബത്തിന് ഒരു ജീവിതം കഴിഞ്ഞ് അടുത്തൊരു ജീവിതം ആ കുടുംബത്തിന് വേണ്ടിയിട്ടും ഒരുപാട് പിന്നെ പ്രയത്നിച്ചും അവരെ ഒന്ന് ഒരു കരക്കടുപ്പിച്ചും ആ കുട്ടികളെ വലുതാക്കാനെന്ന് പറഞ്ഞും എൻ്റെ ഒരു ഇതിൽ അച്ചാച്ചൻ്റെ ഒരു ഹീറോ ആണ്. ഒരു 2 ജന്മം ഒരാൾ ഒരു ജന്മത്തിൽ ചെയ്യുന്നത് കൂടാണ്ട് ഒരു 2 ജന്മം ഒരു ജന്മത്തിൽ തീർത്ത ഒരു വ്യക്തിയായി എന്നുള്ള ആ ഒരു ബഹുമാനം ആദരവും എനിക്ക് അച്ചാച്ചനോടുണ്ട്. അത്രയും ഒരു ഭയങ്കരമായ ഒരു ഹൃദയത്തിനുടമയായിട്ടാണ് എനിക്ക് അച്ചാച്ചനെ കുറിച്ച് ഇപ്പം ഇത് കണ്ടപ്പോൾ എനിക്കും ഒരു ഫീലായത്.